വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നിന്നുമാണ് മുബഷീർ തത്സമയം ചേരുന്നത്. മുബഷീർ, ഇന്നിപ്പോ നമ്മൾ പുറത്തുവിട്ട ഡീന്റെ ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങളിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ അച്ഛനും. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 18-ാം തീയതി നടന്ന മരണം അത് കൊലപാതകമാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. അതിന്റെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ അധികൃതരും വിദ്യാർത്ഥികളും ഒരുമിച്ചു ശ്രമിച്ചു എന്ന സൂചനയാണോ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മുബഷീർ? തീർച്ചയായും അരുൺകുമാർ, അത്തരം വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ കൃത്യമായ അനാസ്ഥ ഉണ്ടായെന്ന വിലയിരുത്തൽ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഡീൻ അത്തരമൊരു വാർത്താ സമ്മേളനം നടത്തിയത്. കാരണം ഈ ഒരു സംഭവം അത്രത്തോളം വിവാദമായിട്ടും പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും ഇതിന് ഉത്തരവാദപ്പെട്ട ഡീൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയിരുന്നില്ല, അല്ലെങ്കിൽ എന്തായിരുന്നു ഇതിൽ സംഭവിച്ചതെന്ന വിശദീകരണം നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും കൃത്യമായ ഓർഡറോടുകൂടി ഡേറ്റ് ഉൾപ്പെടെ നോട്ട് ചെയ്തുകൊണ്ടുവന്നായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചത്. ആ ഒരു അനുശോചന യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ വാർഡൻ ഹോസ്റ്റലിലല്ല താമസിക്കുന്നത് എന്ന രീതിയിൽ അദ്ദേഹം ഒരു ന്യായീകരണം നടത്തുന്നുണ്ട്. കൂടാതെ പ്രധാനമായും ഈ ഒരു ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഒരു പഴിചാരലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടിരുന്നത്. അതിനെ സാധൂകരിക്കുന്ന ഒരു പ്രസംഗം കൂടിയാണ് ഇപ്പോൾ ഡീനിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അത് പല ദുരൂഹതകളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. ഈ ഒരു വിഷയം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരുന്ന മണിക്കൂർ